ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും ജീവിതം നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ ഉള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അവർക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സാണ്. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സുകൊണ്ട് മാത്രമാണ് ഒരാൾ സക്സസ്ഫുൾ ആകുന്നതെന്ന്? ഒരിക്കലും അല്ല. ഹാർഡ് വർക്ക് ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് വേണ്ട മറ്റൊരു ക്വാളിറ്റിയാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്മാർട്ട് ടൂളാണ്. നിങ്ങൾ പാരേറ്റോ പ്രിൻസിപ്പിൾ എന്ന് കേട്ടിട്ടുണ്ടോ? ഇതിനെ 80/20 റൂൾ എന്നും വിളിക്കാറുണ്ട്. 19ാം നൂറ്റാണ്ട് അവസാന കാലഘട്ടത്തിൽ വിൽഫ്രെഡോ പാരേറ്റോ എന്ന് പറയുന്ന ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനാണ് ഈ റൂള് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഇറ്റലിയിലെ സമ്പദ് വ്യവസ്ഥ പഠിച്ച വിൽഫ്രെഡോയ്ക്ക് മനസ്സിലായ ഒരു കാര്യമാണ് പിന്നീട് പാരേറ്റോ പ്രിൻസിപ്പിളായിട്ട് മാറിയത്. അദ്ദേഹം മനസ്സിലാക്കിയത് ഇറ്റലിയിലെ 80% ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്നത് വെറും 20% അവിടുത്തെ പോപ്പുലേഷനാണ്. അതായത് 80% റിസൾട്ടും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 20% പോപ്പുലേഷനാണ്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ബിസിനസ് റൺ ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ 80% പ്രോഫിറ്റും നിങ്ങളുടെ 20% കസ്റ്റമേഴ്സിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ഒരു യുണീക്ക് ആയിട്ടുള്ള പാറ്റേൺ എല്ലാ കാര്യങ്ങളിലും ഉണ്ടെന്ന് വിൽഫ്രെഡോ മനസ്സിലാക്കിയിട്ടാണ് പിന്നീട് അതൊരു 80/20 റൂളായിട്ട് മാറിയിട്ടുള്ളത്. ഇത് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സ്മാർട്ട് ടൂളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുകയാണെന്ന് വിചാരിക്കുക. അതിനകത്ത് 8 മൊഡ്യൂളുണ്ട് നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട്. പക്ഷേ അതിൽ നിന്ന് 3 മൊഡ്യൂളിൽ നിന്നായിരിക്കും 80% ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. 3 മൊഡ്യൂൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ആ 8 മൊഡ്യൂൾ കവർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകാൻ പോകുന്നില്ല. മറിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണോ അതിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റണം. അത് തന്നെയാണ് 80/20 റൂളും പറയുന്നത്. ഫോക്കസ് ഓൺ വാട്ട് മാറ്റേഴ്സ് ദ മോസ്റ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണോ അതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഏറ്റവും ഗ്രോത്ത് ഉണ്ടാക്കി തരുന്ന എന്താണോ അതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ 2025 ലൈഫിൽ ഏറ്റവും നല്ലൊരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിനെ ആകപ്പാടെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാബിറ്റാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ ഈ റൂള് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ലൈഫിൽ 80% ഗ്രോത്ത് ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ ആൻഡ് യുണീക്ക് ആയിട്ടുള്ള സ്കില്ലോ ഹാബിറ്റോ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, എക്സാമിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ലൈഫിൽ ഏത് കാര്യത്തിലും ഈ റൂള് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ദ റൂൾ ഇസ് വെരി സിമ്പിൾ. ഫോക്കസ് ഓൺ വാട്ട് മാറ്റേഴ്സ് ദ മോസ്റ്റ്. എന്താണോ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് തരുന്നത് അതിലേക്ക് പ്രയോറിറ്റൈസ് ചെയ്യുക.